അവൻ പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴാണ് അവനോട് പറയാണ്, മൂത്ത് നോക്കി പറയുന്നവർ പറഞ്ഞു, നീ 3 കാര്യം ആലോചിക്കാൻ പറഞ്ഞു. 3 കാര്യം അവൻ ആലോചിച്ചു. ആ 3 കാര്യം പറഞ്ഞത് കറക്റ്റായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഇവൻ എന്ത് ചെയ്തു എന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്നു. പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് ഇറങ്ങി വരുന്ന പയ്യന. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. പിന്നെ കുളിക്കാൻ തുടങ്ങില്ല, കുളിക്കില്ല, കുളിയില്ലാതെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് പറഞ്ഞു, കുളിക്കാത്തൊരു ചെറുക്കൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല. അപ്പനോട് പറഞ്ഞു, കുളിയും പലതേക്കിലും ഒന്നും ഇല്ലാത്തൊരു പയ്യൻ്റെ കൂടെ. അങ്ങനെ അവനിവിടെ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭാര്യനെ പുറത്തെടുത്തിട്ട് ഇവനോട് ചോദിച്ചു, നീ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അച്ഛൻ, ഞാൻ മന്ത്രവാദിയുടെ അടുത്തൊന്നും പോയില്ല. പള്ളി പോയി ഇറങ്ങി വരുമ്പോൾ മുഖലക്ഷണം നോക്കി പറയുന്ന ഒരാൾ പറഞ്ഞു 3 കാര്യം ചിന്തിക്കാൻ പറഞ്ഞു. 3 കാര്യം ചിന്തിച്ചു. കാര്യം നിസ്സാര കാര്യമാണ് ചിന്തിച്ചത്. അത് 3ഉം പറഞ്ഞു കഴിയുമ്പം പറഞ്ഞു, അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയിച്ച. അതിനുശേഷം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം എനിക്ക് കുളിക്കാനോ ഡ്രസ്സ് അലക്കി ഉപയോഗിക്കാനോ പറ്റുന്നില്ല. ഞാൻ അതിനെ അടിമയായി വെച്ച അടിമത്തത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഡെലിവർ ചെയ്ത് പ്രാർത്ഥിച്ചു. 2 ആളും ഡെലിവർ ചെയ്തു. ഇന്ന് അവർക്ക് 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. അവരോട് പറഞ്ഞ് ധ്യാനം കൂടാൻ പറയും. കാരണം എന്താ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അതിനെന്താ പരിഹാരം? ധ്യാനം, വചനം കേൾക്കുക. വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണം.